അമേരിക്കയിലെ ഫ്ലോറിഡ സർവകലാശാലയിൽ വെടിവെപ്പ് 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമിയെ കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? മധു. ഗുഡ് മോർണിംഗ് ടി കെ രജിത്ത്. ഫ്ലോറിഡയിലെ ടെലഹസിയിലാണ് ഈ വെടിവെപ്പ് നടന്നത്. ഫ്ലോറിഡ സർവകലാശാലയിൽ നടന്ന ഈ വെടിവെപ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമാണെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചെങ്കിലും ആശുപത്രി മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. കൊല്ലപ്പെട്ടവർ ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ വെടിവെപ്പ് നടത്തിയത് 20 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയായ ഫീനിക്സ് ഇഗ്നർ ആണ്. ഈ വിവരമാണ് ലിയോൺ കൗണ്ടി പോലീസ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഇഗ്നറും പോലീസിന്റെ വെടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇഗ്നറിന്റെ ഈ മാതാവ് ഡെപ്യൂട്ടി ജെസിക്ക ഇഗ്നർ ആണ്. അവരൊരു പോലീസ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നതിനാൽ അവർ വാങ്ങിയ ഒരു സർവീസ് ഗണ്ണാണ് ഈ വെടിവെപ്പിനായി ഉപയോഗിച്ചതെന്നാണ് കരുതുന്നത്. കൊല്ലപ്പെട്ടവരുടെ വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വെടിവെപ്പിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഭീകരവും ഭയാനകവും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ വെടിവെപ്പിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വെടിവെപ്പ് നടക്കുമ്പോൾ മുന്നറിയിപ്പ് അലാറം നൽകിയത് മൂലം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടുവാൻ സാധിച്ചു. മുൻകരുതൽ എന്നുള്ള നിലയിൽ വെള്ളിയാഴ്ചയും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസുകളും ഈ യൂണിവേഴ്സിറ്റിയിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 44,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി. റീജിയൻ. ശരി, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വെടിവെപ്പിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.